കൂട്ടുകാരെല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള പിടിയുടെ റെസിപ്പി നോക്കാം. നല്ല ക്രീമി ആയിട്ടുള്ള ഈ പിടി കോഴിക്കറി ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിടിയും കോഴിയും ഒരു ക്രിസ്ത്യൻ ട്രഡീഷണൽ വിഭവമല്ലേ. ഞാൻ അത്ര എക്സ്പേർട്ട് അല്ല കേട്ടോ, വീഡിയോ ഒക്കെ കണ്ടിട്ടൊന്നും ഉണ്ടാക്കിയതാണ്. നല്ല വറുത്തരച്ച കോഴിക്കറിയുടെ കൂടെ ഇത് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എക്സ്പേർട്ടായവർ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഇതിലെ കുറ്റങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരണേ. എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണം. ലൈക്ക് ചെയ്ത് വീഡിയോ കാണാനും മറക്കില്ല കേട്ടോ. ഇനി നമുക്ക് പിടി തയ്യാറാക്കാനായി വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് നല്ല കുറച്ച് തേങ്ങ ചിരവി 1 കപ്പ് ചേർത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കണം. കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് കുഴയ്ക്കുന്നതിനാവശ്യമായ വെള്ളം തയ്യാറാക്കാം. പിടി വേവുന്നതിന് വേണ്ടിയിട്ടും മാവ് കുഴയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വെള്ളത്തിലേക്ക് ചെറിയുള്ളിയും 1 വെളുത്തുള്ളി അല്ലിയും അല്പം ജീരകവും കൂടി ചതച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അല്പം ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ മാവിലേക്ക് പാകത്തിനുള്ള. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവിലേക്ക് ഇത് അല്പാൽപ്പായിട്ട് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അതിലുള്ള ജീരകവും വെളുത്തുള്ളിയൊക്കെ ഒന്ന് അല്പം ഇതിലേക്ക് വീണോട്ടെ. കുറച്ച് വെള്ളം ഒഴിച്ച് പത്തിരിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ചൂടോടെ തന്നെ കുഴയ്ക്കണം കേട്ടോ. ഈ പൊടി വറുത്തതല്ലെങ്കിൽ തേങ്ങ ചേർത്തിട്ട് ഒന്ന് വറക്കുന്നതും കണ്ടിട്ടുണ്ട് കേട്ടോ എല്ലാവരും. ഞാനിത് വറുത്ത പൊടിയായതുകൊണ്ട് അതേപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തു. ഇനി ചെറിയ ഉരുളകളാക്കിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏത് ഷേപ്പ് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാനിവിടെ റൗണ്ടായിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പിടി ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് നമ്മൾ നേരത്തെ തിളപ്പിച്ച വെള്ളമല്ലേ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ വെള്ളം ചേർത്തടിച്ചെടുത്ത് തേങ്ങാപ്പാലാണ് കേട്ടോ, അതും കൂടി ഒഴിച്ച് അല്പം ഉപ്പും കൂടി ചേർത്ത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പിടിയില്ലേ അത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുമിച്ചങ്ങ് ഇടണ്ട, അത് ഉടയാനൊക്കെ സാധ്യതയുണ്ട്. കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ട് വേണം കേട്ടോ. ഇതാ എല്ലാം ഇട്ട് കഴിഞ്ഞപ്പോൾ ഒന്ന് കൂളായി. പിടിയുടെയൊക്കെ തണുപ്പിൽ തിളച്ച വെള്ളം ഒന്ന് കൂളായിട്ടുണ്ട്. ഇനി ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. പിടികൾ തമ്മിൽ ഒട്ടാതെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ടൊന്ന് അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വേവട്ടെ. പിടി നന്നായിട്ടൊന്ന് വെന്ത് കുറുകി വരുമ്പോൾ അതിലേക്ക് അല്പം തേങ്ങാപ്പാലാണ് ചേർത്തത്. നല്ല കട്ടി തേങ്ങാപ്പാലാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ചിലർ ഇതിലേക്ക് നേരത്തെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഉള്ള പൊടിയില്ലേ, ജീരകമൊക്കെ മിക്സ് ആക്കിയിട്ടുള്ള ആ പൊടി ഒന്ന് കലക്കി ഒഴിക്കുന്നത് കാണാം. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഞാനിപ്പം ക്രീമി ആയിട്ടുള്ള തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് കുറുകാനായിട്ട് വെച്ചു. പിടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ക്രീമി ടേസ്റ്റി പിടിയാണ്. ഇനി നമുക്ക് അതിൻ്റെ കൂടെ കഴിക്കാനുള്ള കോഴിക്കറി കൂടി തയ്യാറാക്കിയെടുക്കാം. കുറച്ച് കോഴി കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്ത് വെച്ച് ഉപ്പും മുളകും മഞ്ഞളും ഒക്കെ പുരട്ടിയതാണ് കേട്ടോ. അതിലേക്ക് കുറച്ച് കിഴങ്ങിൻ്റെ കഷ്ണവും ചെറിയുള്ളിയും പച്ചമുളകും, അതൊക്കെ ഓപ്ഷണലാണ്, ഇഷ്ടമുള്ളവർക്കൊക്കെ ചെയ്യാം. കുറച്ച് തക്കാളിയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി ഒന്ന് അടച്ച് വെച്ച് വേവിച്ചു. നന്നായിട്ട് വേവുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് വറുത്തരയ്ക്കാനായിട്ട് തേങ്ങ ചെറുതായിട്ട് ചിരവിയെടുത്തത് ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ലൈറ്റായിട്ട് വേണം, ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കരിക്കൊന്നും വേണ്ട കേട്ടോ. ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്തത്. കുറച്ച് തരിയുള്ളത് കൊണ്ട് ഞാൻ അതിൻ്റെ കൂടെ ചേർത്ത് അരയ്ക്കണേ. ഒന്ന് ചൂടാക്കി സ്റ്റൗ ഓഫ് ചെയ്തു. ആ ചൂട് തന്നെ ആ പൊടി ഒന്ന് ചൂടായി വന്നിട്ടുണ്ടാവും. ഇനി നമുക്കത് തണിയുമ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോഴേക്കും ചിക്കനൊക്കെ വെന്തിട്ടുണ്ടാവും കേട്ടോ. ഒന്ന് ഇളക്കി നോക്കണം, ഇടയ്ക്കൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇനി അതിലേക്ക് അരച്ച് വെച്ച പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. മിക്സിയുടെ ജാറ് കഴുകി ഗ്രേവി എത്ര വേണമെന്നൊക്കെ നോക്കിയിട്ട് ഒന്ന് വെള്ളം ഒഴിച്ച് ഉപ്പെല്ലാം ചേർത്ത് മുളക് പൊടിയൊക്കെ വേണമെങ്കിൽ അതൊക്കെ ഒന്ന് ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ച് കുറുകി വരുമ്പോൾ
പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കണം. എന്നിട്ട് സ്റ്റൗ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. കോഴിക്കറി തിളച്ച് സെറ്റായി വരുന്നുണ്ട്. ഇനി നമുക്കതൊന്ന് വറുത്തിടണം. അതിനായിട്ട് കുറച്ചധികം ചെറിയുള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഈ ചിക്കൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ സൂപ്പർ ചിക്കൻ കറിയും കൂടെ റെഡി ആയിട്ടുണ്ട്. ഗ്രേവിയൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടോ ഞാൻ പെട്ടെന്ന് തയ്യാറാക്കിയെടുത്തതാണിത്. അത് നല്ല ടേസ്റ്റാണ്. പിടിയുടെ കൂടെ ഒഴിച്ച് കഴിക്കാനായിട്ട് കോഴിക്കറിയും കൂടി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് അഭിപ്രായം പറയൂ. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം.